കൊയിലാണ്ടി അരിക്കുളം സ്വദേശിയായ ബിന്ദുവിനാണ് ഇത്തവണത്തെ വിഷു കൈനീട്ടം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായി മാറുന്നത്, അത്രയേറെ സ്പെഷ്യലായി മാറുന്നത്. കാരണം ഏറെ കാലമായി ബിന്ദു മനസ്സിൽ കൊതിക്കുന്നതാണ് ഒരു വീടെന്ന ഒരു വലിയ സ്വപ്നം. അത് നിറവേറാൻ വേണ്ടി വഴിയൊരുങ്ങുന്നു. വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. വിഷു തലേന്നായിരുന്നു അത്. ഈ വീട് നിർമ്മിച്ചു നൽകുന്നതാകട്ടെ കുരുടിമുക്ക് മഹല് പള്ളി പ്രസിഡന്റ് ഇമ്പിച്ചാലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോട് മുഹമ്മദ് ഷഹീദ് പറയും. ഷഹീദെ, വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. പറഞ്ഞ പോലെ ബിന്ദു ഏത് വിഷു ആയാലും അല്ലാത്ത ദിവസങ്ങളിലും തീർച്ചയായും ഓർത്തിരിക്കുന്ന ഒരു സമ്മാനമാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊരു വിഷു കൈനീട്ടത്തിന് സാഹചര്യങ്ങൾ ഒരുങ്ങിയത്? നമ്മുടെ മതിൽക്കെട്ടുകളൊക്കെ മറികടന്നുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കഥ കൂടി ആണ് ഈ നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. പല കഥകൾ അങ്ങനെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളം സ്വദേശിയായ കുരുടിമുക്ക് സ്വദേശിയായ ബിന്ദു പിന്നെ ഏറെക്കാലമായി ഒരു വീടെന്നത് വലിയൊരു സ്വപ്നമായിരുന്നു. സ്വന്തമായൊരു ഭൂമിയുണ്ട്, 10 സെൻറ്റ് ഭൂമിയുണ്ട്. പക്ഷേ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷി ആ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള കുരുടിമുക്ക് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ഇമ്പിച്ചാലിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അവർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 9 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മാണം നടത്തുന്നത്. വിഷുക്കൈ നീട്ടമായി വിഷുവിൻ്റെ തലേ ദിവസമാണ് അതിൻ്റെ ആ വീടിനുള്ള കുറ്റിയടിക്കൽ കർമ്മവും അവിടെ നടന്നു എന്നുള്ളതാണ്. ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ വീട് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ആ ബിന്ദുവിൻ്റെ 2 മക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവർ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. തുച്ഛമായ തൊഴിലുറപ്പും മറ്റു ജോലിയുമൊക്കെ. ബിന്ദുവിൻ്റെ ഭർത്താവിന് ഹോട്ടൽ ജോലിയാണ്. അത് തുച്ഛമായി ലഭിക്കുന്ന ഈ വരുമാനം ഉപയോഗിച്ച് മക്കളുടെ പഠനത്തിന് വേണ്ടി അവർ ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടെന്നത് അവർക്ക് വലിയ സ്വപ്നവും ആഗ്രഹവുമായി അവശേഷിക്കുകയായിരുന്നു. അത് തിരിച്ചറിഞ്ഞാണ് ഇങ്ങനെയൊരു സഹായത്തിലേക്ക് പോകാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. അതിപ്പോൾ സാർത്ഥകമാകാൻ പോവുകയും ചെയ്യുന്നത്. എന്തായാലും ബിന്ദുവിന് വീടൊരുക്കാൻ കൂട്ടു നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അല്ലേ? ഷഹീദാണ് നമ്മളോട് പറഞ്ഞത്. ശരി ഷഹീദ്.